ഇത് കടകൽ എന്ന് പറഞ്ഞ പുല്ലാണ്. ഇതാണ് ഈ ഇപ്പോൾ ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള പുല്ല്. ഇതാണ് ഞങ്ങൾ പോകുന്ന വെള്ളം. ഇത് 4 രൂപ പതി വെള്ളമാണ്. ഇത് ഈ കമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വള്ളത്തിന് നീളം കൂടി കിട്ടിക്കഴിയുമ്പം നമുക്ക് പിടി സുഖമായിട്ട് ഇത്ര ടൈറ്റ് കിട്ടത്തില്ല. സ്ലോ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കൈക്ക് അരുവ കൊണ്ട് പുല്ല് എത്തിയപ്പോൾ കൈ മുറിഞ്ഞതാണ്. ഞാനിപ്പോൾ പെട്രോൾ ഒഴിക്കുന്നത് കാര്യം ഇതേ നമ്മൾ ഒഴിച്ച് വന്നു കഴിഞ്ഞപ്പം ബാലൻസ് ഉള്ള പെട്രോൾ ഇതിനകത്ത് ഒഴിച്ച് ലെവലാക്കിയിടും. തീർച്ചയായും എൻ്റെ പേര് സന്തോഷ് കുമാർ പി. ഞാൻ കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ട് കുട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ മുഹമ്മയിൽ, എൻ്റെ അമ്മ വീട് മുഹമ്മയാറിന് അവിടെ സ്ഥലം മേടിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ഒരു 2006 ശേഷം ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് പോയിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്ന ഈ തൊഴിൽ ചെയ്താണ്. ഞങ്ങൾ അവിടെ R ബ്ലോക്കിലാണ്, ചിത്തിര, മാർത്താണ്ഡം, കായൽ മേഖലകളിലാണ് കൂടുതലായി ചെത്തുന്നത്. രാവിലെ 8-10 മണിയാകുമ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2:30 ആകുമ്പോൾ ഞങ്ങൾ കയറി എല്ലാവരും വള്ളത്തെ കയറി പുല്ലെല്ലാം വെട്ടി വള്ളത്തെ കയറ്റിയതിനു ശേഷം ഞങ്ങൾ തിരിച്ച് ഒരു 3 മണിയാകുമ്പം 2:30-2:45 ആകുമ്പോൾ അവിടുന്ന് വിട്ട് ഇവിടെ വന്ന് ഒരു 3:30-4:30 ആകുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് കടകൽ എന്ന് പറഞ്ഞ പുല്ലാണ്. ഇതാണ് ഈ ഇപ്പോൾ ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള പുല്ല്. പക്ഷേ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ സാധാരണ കറുക എന്ന് പറഞ്ഞ പുല്ലാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവിടെ മുഹമ്മ ഈ പ്രദേശങ്ങളിലൊക്കെ കടകലിലാണ് അവിടെ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. കാരണം എന്താ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കടൽ ഈ പുല്ല് കൊടുത്താൽ ഇവിടെ പാല് കൂടുതൽ കിട്ടും, പക്ഷേ കറുക കൊടുത്തു കഴിഞ്ഞാൽ പാല് പറ്റിപ്പോകുന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അതിനകത്ത് സത്യസന്ധമായ കാര്യം അല്ലെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ കാര്യം. കാര്യം കറുകയ്ക്ക് നല്ല പാല്, നല്ല കൊഴുപ്പ് കിട്ടും. കുട്ടനാടൻ മേഖലയിലൊക്കെ കടകൽ അങ്ങനെ കൊടുക്കാറില്ല. ഈ കറുക മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോകുന്ന വെള്ളം. ഇത് 4 രൂപ പതി വെള്ളമാണ്. ഈ വെള്ളത്തിന് മാസവാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. 200 രൂപയാണ് ഡെയിലി വാടക. 6000 രൂപ ഞാൻ മാസം ഈ വെള്ളത്തിന് വാടക കൊടുക്കണം. ഇത് ഈ കമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വള്ളത്തിന് ഈ ലിവറേജ് കിട്ടാൻ വേണ്ടി നീളം കൂടി കിട്ടിക്കഴിയുമ്പം നമുക്ക് പിടി സുഖമായിട്ട് ഇത്ര ടൈറ്റ് കിട്ടത്തില്ല. സ്ലോ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ പറ്റും. ഇപ്പം ലിവറേജ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും, ടൈറ്റ് ആയിരിക്കും ഓട്ടത്തിലെ. പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നീളം ഉള്ളത് കൊണ്ട് പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. ഞങ്ങൾ സാധാരണ ഒരു ഉദ്ദേശം ഒരു പുല്ലുള്ള പോലാണ്, ചിലവുള്ള പോലെയാണ് ഞങ്ങൾ കൂടുതൽ ചെത്തുന്നത്. ചിലവ് കൂടുതലാണെങ്കിൽ കൂടുതൽ പുല്ല് ചെത്തും, ചിലവ് കുറവാണെങ്കിൽ ഞങ്ങൾ കുറച്ച് എത്തിക്കൊണ്ട് പോരുള്ളൂ. കാര്യം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് പഴുത്തു പോകും. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിമാൻഡ് തീരും. അതിൻ്റെ പുല്ല് ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർക്ക്. അത് കാരണം ഞങ്ങൾ വിൽപ്പനയുടെ ആനുപാതികമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പുല്ല് ചെത്തുന്നത്. കൈക്ക് അരുവ കൊണ്ട് പുല്ല് എത്തിയപ്പോൾ കൈ മുറിഞ്ഞതാണ്. കൈ മുറിഞ്ഞ് അപകടമല്ലേ. ഇപ്പോൾ ഇഴജന്തുക്കളെയൊക്കെ കാണാറുണ്ട്, അരുവ കൊണ്ടൊക്കെ എപ്പോഴും മുറിയാറുണ്ട്. ഇതെല്ലാം സഹിച്ച് ഞങ്ങൾ ജീവിച്ചു പോരുന്നു. ഞാനിപ്പോൾ പെട്രോൾ ഒഴിക്കുന്നത് കാര്യം ഇതേ നമ്മൾ ഒഴിച്ച് വന്നു കഴിഞ്ഞപ്പം ബാലൻസ് ഉള്ള പെട്രോൾ ഇതിനകത്ത് ഒഴിച്ച് ലെവലാക്കിയിടും. കാരണം നാളെ എന്തുമാത്രം ആവശ്യം വരും എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഇത്ര ലിറ്റർ വേണമെന്ന്. അപ്പോൾ ഫുൾ നിറയായി കഴിയുമ്പം ഇത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നമുക്കൊരു കണക്കൂട്ടൽ കിട്ടും. ഇത് മൈലേജ് മണിക്കൂറിൽ 1 ലിറ്റർ പെട്രോള് 1.5 മണിക്കൂറോളം ഓടും. സാധാരണ അങ്ങനെയാണ്. എല്ലാ ദിവസവും ഫുൾ ടാങ്ക് ഇടും. എന്നിട്ട് നമ്മൾ എന്നാൽ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടും ഇനി എന്തുമാത്രം വേണം എന്നുള്ളത് അനുസരിച്ച് ബാക്കി ബാലൻസ് കൂടെ ഒരു 5 ലിറ്റർ പെട്രോളും കൂടെ മേടിച്ച് വെക്കും. നാളെ രാവിലെ പോകാൻ നേരത്ത് കൊണ്ടുപോയേക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരുപാട് ദൂരെയാണ് പോകുന്നതെങ്കിൽ കൂടുതൽ പെട്രോൾ വേണ്ടി വരും. പിന്നെ ഈ പഴുക്കാനിലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പഴുക്കാനിലം അതായത് കേട്ടിട്ടുണ്ട്, പഴുക്കാനിലം എന്ന് കേട്ടിട്ടുണ്ട്. അത് കുറെ ഒരു 2.5 മണിക്കൂർ ഓടണം കിഴക്കോട്ട്. പള്ളം എന്ന് പറയുന്നത് നേരെ സ്ട്രൈറ്റ് നേരെ, അതായത് ചിത്തിര മാർത്താണ്ഡം കഴിഞ്ഞിട്ട് നേരെ സ്ട്രൈറ്റ് പോകുമ്പോഴാണ് ഈ പഴുക്കാനിലം എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു കായലുണ്ട്, വട്ടക്കായൽ പോലൊരു കായലാണ്. അവിടെ ഈ കടകൽ പിടിച്ചങ്ങ് കിടക്കുക. അവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ എപ്പോഴും വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അത് അവിടെ എപ്പോഴും കടൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ചെത്താറുണ്ട്. R ബ്ലോക്ക് ഇല്ലാത്ത സമയത്ത്. മഴക്കാലത്ത് പോകാറുണ്ട്. മഴക്കാലത്ത് പുല്ല് ചെത്താൻ പോകാറുണ്ട്. പുല്ലിന് ചിലവ് കുറവായിരിക്കും മഴക്കാലത്ത് യാത്ര വളരെ ദുരിതപൂർണമായ യാത്രയാണ്. കാരണം കാറ്റും മഴയും വളരെ അപകടകരമായ രീതിയിലാണ് ഞങ്ങൾ ജീവിത രീതി മുന്നോട്ട് പോകുന്നത്. കാരണം കാറ്റും മഴയും ഉള്ള സമയങ്ങളിൽ ഒരുപാട് പ്രാവശ്യം വള്ളം എനിക്ക് തുടങ്ങിയ ശേഷം അനുഭവം വന്നിട്ടില്ല. വള്ളം മുങ്ങിയിട്ടില്ല. എൻ്റെ കൂടെ പണിത് 2 പേരും 2-3 പ്രാവശ്യം വള്ളം മുങ്ങിയാണ്.
അപകടനില തരണം ചെയ്ത് ഒന്ന് നമ്മുടെ റിസോർട്ടിലെ ഹൗസ് പിന്നെ സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ യാത്രാ ബോട്ടുകാരൊക്കെ വന്ന് സഹായിച്ച് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്തുമാത്രം വരെ എത്തിയിട്ടുണ്ട് പുല്ല്? ഒരു 123 കെട്ട് പുല്ല് അങ്ങ് ചെത്തിയിട്ടുണ്ട്. സാധാരണ കച്ചവടം 123, 120 കെട്ട് പുല്ലൊക്കെ ശരാശരി ഏറ്റവും കൂടുതലുള്ള ടോപ്പ് കച്ചവടമുള്ള സമയങ്ങളിൽ ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ആവറേജ് ഒരു 75, 70, 80 ഒക്കെ കിട്ടും. ആള് കൂടുതലുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അവർക്ക് എണ്ണത്തിനാണല്ലോ ക്യാഷ്. അപ്പൊ അതനുസരിച്ച് അവർ കൂടുതൽ ചെത്താനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാവും. അപ്പോൾ കൂടുതൽ പുല്ല് ചെത്തും. ചിലവ് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ള സമയം. മഴക്കാലത്ത് ചിലവ് കുറവാണ്. ഈ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ജോലി കിട്ടുമ്പോൾ നമുക്ക് കുടുംബം സംരക്ഷിച്ചു പോകുന്നു. നമുക്ക് പിന്നെ പൂർണ്ണമായ ഒരു സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കഷ്ടപ്പാടും അല്ലലും ദുഃഖവും ഇല്ലാതെ എൻ്റെ കുടുംബം സന്തോഷകരമായി ജീവിച്ചു പോരുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി. ഇതിൻ്റെ വിപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുണ്ട് എനിക്ക്. വണ്ടി ഞാൻ ഇത് കയറ്റിക്കൊണ്ട് സ്ഥിരമായിട്ട് കസ്റ്റമറുണ്ട് നമുക്ക്. അവരുടെ ഫാമുകളുമുണ്ട്. അവിടെ കൊണ്ട് ഡെയിലി കൊടുക്കുക. ഡെയിലി കൊടുത്തിട്ട് ആണ് അതാണ് എനിക്ക് പിന്നെ പിന്നെ ഈ സാധനം അങ്ങനെ മടുപ്പ് വരത്തില്ല. മഴക്കാലത്ത് ഈ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ക്ഷീരകർഷകരൊക്കെ ഓരോ ഘട്ടമൊക്കെ എടുക്കുന്നവർ ചിലപ്പം ഈ നാട്ടുപുറത്ത് പുല്ല് കൂടുതലായി കഴിയുമ്പോൾ അവർ വാങ്ങിക്കാതെ വരുമ്പം ചിലവ് കുറച്ച് ചെത്തിക്കൊണ്ട് വന്ന് നിലനിർത്തിക്കൊണ്ട് പോകും എന്നുള്ള